ഹായ് എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചേന മസാല ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ചേന ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ഇത് ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാനിതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചേന വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ ചേനയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി അങ്ങ് ഫ്രൈ ആവണ്ട, എന്നാൽ ചേന വേവും വേണം. ആ രീതിയിൽ വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ. നമ്മുടെ ചേന ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള ചേനയും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മുഴുവൻ ചേന അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ഈ വറുത്തിട്ടുള്ള ആ എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സബോള ഒന്ന് വാടി കിട്ടിയാൽ മതി, നല്ലോണം അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ, ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഈ സബോളയുടെ കൂട്ടിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചേനയിൽ ഉപ്പിട്ടുണ്ട്. പിന്നെ ആ വെളിച്ചെണ്ണ എടുത്തിട്ടാണ് നമ്മൾ സബോള ഫ്രൈ ചെയ്തേക്കണേ. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കാത്തത്. ലാസ്റ്റ് നമുക്ക് ഉപ്പില്ലാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ അതേ ആ ചേന ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ 2 മിനിറ്റ് കിടന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വലിയണം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പുണ്ടോ നോക്കി, അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ചേന മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്